റിപ്പബ്ലിക് ആയത് എന്നാണെന്ന് അറിയാമോ? 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. അതോടുകൂടി ഇന്ത്യയിൽ ഒരു ഭരണഘടന നിലവിൽ വരികയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 1950 ജനുവരി 26. അതുപോലെ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏതു രാഷ്ട്രത്തിൽ നിന്നുമാണെന്ന് ചോദിച്ചാൽ ഏത് രാഷ്ട്രമാണ്? ഫ്രാൻസ്. ഏതാണ്? ഫ്രാൻസ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ, ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ അതിഥി ആരായിരുന്നു? ആരാണെന്നറിയാമോ? അഹമ്മദ് സുകർണ. ആരാണ്? അഹമ്മദ് സുകർണ. അദ്ദേഹം ഇന്തോനേഷ്യൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അഹമ്മദ് സുകർണയാണ്. ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുകർണ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 2026 ജനുവരി 26 ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ 77ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. 77. ഓർത്ത് വെച്ചോണം, 77. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഇന്ത്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയായിരിക്കും. ആരായിരിക്കും? രാഷ്ട്രപതിയായിരിക്കും. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ഇന്ത്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദേശീയ പതാക ഉയർത്തുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയായിരിക്കും. അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിന പരേഡിൽ റിപ്പബ്ലിക് ദിനത്തിൽ സൈനികരുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന സൈനിക പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്ന ആര് തന്നെയാണ്? അത് ആര് തന്നെയാണ്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആദരണീയ രാഷ്ട്രപതി തന്നെയായിരിക്കും. 2026 ജനുവരി 26 ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആദരണീയ രാഷ്ട്രപതി ശ്രീ ദ്രൗപദി മുർമു ആണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സൈനികരുടെ പരേഡ് നടക്കുന്ന എവിടെയാണ്? റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് നടക്കുന്ന കർത്തവ്യപഥ്. എവിടെയാണ്? കർത്തവ്യപഥ് ന്യൂഡൽഹിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ 2026 ജനുവരി 26 നടന്ന റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥി ആരായിരുന്നു? അന്റോണിയോ കോസ്റ്റോ. ആരാണ്? അന്റോണിയോ കോസ്റ്റോ. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധിയായ അന്റോണിയോ കോസ്റ്റോ ആയിരുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിലെ പ്രധാന പ്രമേയം എന്തായിരുന്നു? വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങൾ. വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങളായിരുന്നു ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിലെ പ്രധാന പ്രമേയം. 150 വർഷം വന്ദേമാതരം ദിനം എഴുതിയിട്ട് 150 വർഷം ആയിക്കട്ടെ. 150 അതായിരുന്നു റിപ്പബ്ലിക് ദിനത്തിലെ പ്രധാന പ്രമേയം.